എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബെവ്ക്യൂ ആപ്ലിക്കേഷൻ ആദ്യം ഇറങ്ങിയപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും വീണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം നമുക്കത് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ബെവ്ക്യൂ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെവ്ക്യൂ ആപ്ലിക്കേഷൻ ഏറ്റവും മുകളിലായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാനിവിടെ ഇൻസ്റ്റാൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ നമ്മുടെ പേര്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, അതുപോലെ നമ്മുടെ പിൻകോഡ് അടിച്ച് നമുക്കിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൂടെ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലേക്ക് സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഉടനെ തന്നെ OTP കിട്ടുന്നതായിട്ട് കാണാം. ഇപ്പം നേരത്തെ ആണെങ്കിൽ OTP കിട്ടാൻ വളരെ താമസമായിരുന്നു. ഇപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ OTP പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ OTP വന്നിട്ടുണ്ട് 64 69 44. OTP എൻട്രി ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടുള്ളൂ. ഇവരിപ്പോൾ പറയുന്നുണ്ട് ടോക്കൺ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് 12 മണി, ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 7 മണി വരെയാണെന്ന്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 12 മണി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ബുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് റെഡി ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ബെവ്ക്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഔട്ട്ലെറ്റ് ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ലിക്വർ വേണമെങ്കിൽ ലിക്വർ എന്നത് സെലക്ട് ചെയ്യാം. ബിയറാണ് വേണ്ട ബിയർ, അല്ലെങ്കിൽ വൈനാണ് വേണ്ടതെങ്കിൽ നമുക്ക് താഴെ ബിയർ ആൻഡ് വൈൻ എന്നത് സെലക്ട് ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ ബിയർ ആൻഡ് വൈൻ എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബുക്ക് യുവർ ടൈം സ്ലോട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ടോക്കൺ ഈസ് നോട്ട് അവൈലബിൾ എന്നാണ്. ഇപ്പോൾ ഈ ബിയർ ആൻഡ് വൈൻ സെലക്ട് ചെയ്യാൻ ടോക്കൺ ഇല്ല, ഏകദേശം ബുക്കായി എന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് മുകളിലത്തെ ലിക്വർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബുക്ക് യുവർ ടൈം സ്ലോട്ട് എന്നത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമുക്ക് സ്ലോട്ട് ബുക്കായതായിട്ട് കാണാം. അതുപോലെ നമുക്കൊരു QR കോഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പേര്, ഔട്ട്ലെറ്റ് ID, അതുപോലെ തന്നെ ടൈം, ഡേറ്റ്. ഈ ടൈമിൽ പോയി നമുക്ക് ആ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് ഈ കൗണ്ടറിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഈ ബോട്ടിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നെ എപ്പോഴും ഓർത്തിരിക്കുക, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മാക്സിമം മദ്യപാനം കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.